ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കീമില് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വന്നു. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കണത് എങ്ങനെയാണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആയിട്ട് തന്നെ എങ്ങനെയാണ് കാറ്റഗറി റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യണമെന്നാണ്. ഇത് നമ്മുടെ ce.kerala.com എന്ന് പറഞ്ഞ സൈറ്റിൽ തന്നെയുണ്ട്. ഇപ്പോൾ ce.kerala എന്നുള്ള സൈറ്റിൽ പോയിട്ട് കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ ഈ വഴിയാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ. അതിലെ കാറ്റഗറി ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എൻജിനീയറിങ്ങിൻ്റെയും ബി.ഫാമിൻ്റെയും മാഡിറ്ററി റിസർവേഷൻ, സ്പെഷ്യൽ റിസർവേഷൻ, മൈനോറിറ്ററി റിസർവേഷൻ അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ റോൾ നമ്പർ അനുസരിച്ച് നോക്കാൻ പറ്റും. ഇതിൽ നമ്മുടെ റാങ്കും അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഇങ്ങനെ നോക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ അപ്പം എല്ലാവരും ചെക്ക് ചെയ്ത് ഏകദേശം നമ്മുടെ റാങ്കൊക്കെ നോക്കി വെച്ച്, കാരണം ഇതാണ് നമ്മൾ കീമിൻ്റെ ഇതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. എന്താണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ? ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 10th കഴിഞ്ഞ് നമ്മൾ +1 കോളേജ് കോഴ്സ് വൈസ് അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ലേ, അതുകൂട്ട് തന്നെയാണ് എൻജിനീയറിങ്ങിൻ്റെ ഇത് ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കണം. അതിൽ വരെ നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജ്, കോഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കാറ്റഗറി അതിങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാൻ പറയണത് ഏകദേശം ഓൾമോസ്റ്റ് ആൾക്കാർ മാക്സിമം 50 കോളേജസിന്റെ ലിസ്റ്റ് ഇപ്പം തന്നെ തയ്യാറാക്കി വെച്ചു, കോളേജസും കോഴ്സും. ഇപ്പം നമുക്ക് കിട്ടൂല എന്ന് വിചാരിക്കുന്ന കോളേജ് ആണെങ്കിൽ കൂടെ നിങ്ങളത് ഓപ്ഷനിൽ കൊടുക്കണം. ബെസ്റ്റ് ആയിട്ടുള്ള കോളേജസ് ഓപ്ഷനിൽ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു 50 എണ്ണം കൊടുത്തു, ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്ന കോളേജ് ചിലപ്പോൾ 30ാമത്തെ ആയിരിക്കും. അപ്പോൾ ഈ 30 to 50 വരെയുള്ള കോളേജസ് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ വെക്കാൻ പറ്റില്ല. പകരം 1 to 13 വരെ കോളേജസ് ആണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പം നിങ്ങൾ വെക്കുമ്പോൾ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് കിട്ടാം. കാരണം നമുക്കൊരു 30ാമത്തേക്ക് ചിലപ്പോൾ നമുക്ക് കൊള്ളില്ലാത്ത കോളേജ് ആയിരിക്കും. അപ്പം നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ വെക്കുമ്പോൾ ചിലപ്പോൾ, ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് 1 to 30 വരെയുള്ള കോളേജസ് കിട്ടും. അതുപോലെ തന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഓപ്ഷൻ എവിടെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കീമിന്റെ പോർട്ടലിൽ തന്നെ ഇവിടെ ഞാൻ കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കാണും. ഇതിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് ഗെറ്റ് OTP. ഇപ്പം നമ്മൾ കീമിന് കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP വെരിഫിക്കേഷൻ വരും. അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്യണം. അതിനുശേഷം ഗെറ്റ് പേയ്മെന്റ്. ഈ പേയ്മെന്റ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ ഒരു 2000ഉം SC/ST കാറ്റഗറിക്കും 500ഉം അതിൻ്റെ ഇടയിൽ തന്നെ കാറ്റഗറിക്ക് 200ഓ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിരിക്കും. അങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ തന്നെ കോളേജ് കിട്ടിയെങ്കിൽ നമുക്ക് ലോക്ക് ആവുന്നതാണ്. അതിനുശേഷം ഇപ്പം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു കോളേജ് കിട്ടി, അത് നമുക്ക് ഓക്കെ ആയി. സെക്കൻഡ് അലോട്ട്മെന്റിൽ കൊടുക്കണമെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു ഓപ്ഷൻ ഇടുക, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ കൺസിഡർ ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുത്ത ഫീസ് സെക്കൻഡ് അലോട്ട്മെന്റിലോട്ട് അവർ ഇതാക്കി തരും. അങ്ങനെ നമ്മൾ സെക്കൻഡ് അലോട്ട്മെന്റ് നമുക്ക് കിട്ടുന്ന കോളേജിൽ പോയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അലോട്ട്മെന്റ്, ഫസ്റ്റ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, പിന്നുള്ളതാണ് സ്പോട്ട് അഡ്മിഷൻ. ഈ സ്പോട്ട് അഡ്മിഷൻ അല്ല, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 അലോട്ട്മെന്റിലും നമുക്ക് കോളേജസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന് അടച്ച പൈസ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ 3 ഓപ്ഷൻസിലും നമ്മൾ വെച്ചു, ഫീസ് അടച്ചു, പക്ഷെ നമ്മൾ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് അടച്ചു, പക്ഷെ നമ്മൾ കോളേജിൽ ഒന്ന് ചേർന്നിട്ടില്ലെങ്കിൽ ആ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടണതല്ല. പിന്നെ നമ്മുടെ ഇനി പോകാൻ പോണ നമ്മുടെ ലൈഫിൽ നമ്മൾ 4 വർഷം സ്പെൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിച്ച് ഇതായിട്ട് കൊടുക്കാൻ. പേയ്മെന്റ് വന്നതെന്ന് വെച്ചാൽ ക്രെഡിറ്റും നെറ്റ് ബാങ്കിങ് ടൈപ്പിലാണ് പേയ്മെന്റ് കൊടുക്കാൻ പറ്റണത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ കുസാറ്റ്, കീം ഈ ഒരു സ്റ്റഡി കണ്ടന്റ് റിലേറ്റഡ് ആയിരിക്കും ചാനലിൽ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ എല്ലാ കമൻസിലും റിപ്ലൈ ചെയ്തു. അപ്പം നമ്മുടെ വീഡിയോ അത്രയുള്ളൂ. ടാറ്റാ.